അതെ, ഇന്ന് നമുക്ക് കുറച്ച് ചില്ലി പ്രോൺസ് തയ്യാറാക്കിയാലോ? പാൽക്കപ്പ, പൊറോട്ട, ചപ്പാത്തി ഇവയുടെ കൂടെയൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. അതിനായിട്ട് 2 മീഡിയം വലിപ്പമുള്ള സവോള എടുത്തു വെച്ചിട്ടുണ്ട്. അത് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. പിന്നെ 2 കുടം വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എരിവ് കുറഞ്ഞ ഒരു 10 പച്ചമുളക് 1/4 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞു വെക്കണം. പിന്നെ ഒരു ക്യാപ്സിക്കം സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ഇത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. ഇത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇത് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസുമാണ്. ഞാനൊരു 1/2 കിലോ പ്രോൺസ് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും നേരത്തെ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിയിൽ നിന്ന് കുറച്ചെടുത്ത് നന്നായി ചതച്ചെടുത്തതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതിലേക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസിൽ നിന്ന് കുറച്ചെടുത്ത് അതും കൂടി അതിലേക്ക് ചേർക്കാം. പിന്നെ 1 മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പ്രോൺസിൽ പിടിപ്പിക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്യാം. ഞാനിവിടെ മിക്സ് ചെയ്ത് വന്നപ്പോൾ കോൺഫ്ലോർ ഒരു 3 ടേബിൾ സ്പൂൺ ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നമുക്കത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി പ്രോൺസ് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ബാച്ചസ് ആയിട്ട് പ്രോൺസ് എല്ലാം ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. പ്രോൺസിന് അധികം വേവില്ലാത്തതിനാൽ പെട്ടെന്ന് വറുത്തെടുക്കണം, അല്ലെങ്കിൽ ഹാർഡായി പോകും. ഓരോ ബാച്ചസും 1.5 തൊട്ട് 2 മിനിറ്റിനുള്ളിൽ വറുത്തു കോരണം. ഇനി പ്രോൺസ് വറുത്ത അതേ ഓയിലിൽ സ്ക്വയറായി കട്ട് ചെയ്ത സവോള നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുത്ത് നല്ല മണം വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ആ കൂട്ടത്തിൽ നേരത്തെ എടുത്ത് മിച്ചം വന്നിരുന്ന സോയാ സോസും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ സവോളയും മറ്റും വല്ലാതെ വഴറ്റരുത്, ഒരു ക്രഞ്ചിനെസ് ഒക്കെ വേണം. ഇനി ചേർക്കാനുള്ളത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച മുളക് പൊടിയാണ്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ആ പാത്രം ഒരു ലേശം വെള്ളം ഒഴിച്ച് വാഷ് ചെയ്ത് അതും കൂടെ ചേർക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെയാണ് അത് വഴറ്റേണ്ടത്. ഈ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഇനി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സ്ക്വയറായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ചേർക്കാം. ഇത് ഒത്തിരി നേരം വഴറ്റരുത്, അതിൻ്റെ നല്ലൊരു മണം വരുന്നത് വരെ വഴറ്റിയാൽ മതി. കൂടെ നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിലുണ്ടായിരുന്ന ആ മാരിനേഡും കൂടെ അതിലേക്ക് ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിക്കാം.
സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ച് സോൾട്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഈ ഗ്രേവി ഒന്ന് തിളപ്പിക്കാം. നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കിനും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് 1 മിനിറ്റ് മാത്രം തിളപ്പിക്കുക. കൂടുതൽ തിളപ്പിക്കരുത്. കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ പ്രോൺസ് ഹാർഡായി പോകും. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. പ്രോൺസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചില്ലി പ്രോൺസ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.